ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ അത് രാവിലെ തന്നെ ദോശയൊക്കെ ചുട്ട് കഴിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാനായിരുന്നു കേട്ടോ. വേറെ എവിടേക്കല്ല, എൻ്റെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ വിഷ്ണുവിന് പാലക്കാടാണ് വർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവിന് കുറച്ച് നേരത്തെ പോവും വേണം. പിന്നെ കിങ്ങിണിക്ക് ഭയങ്കര ജലദോഷം, ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഞാൻ 2 ദിവസമായിട്ട് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ, നമുക്കിന്ന് എൻ്റെ വീട്ടിൽ പോകാമെന്ന് കരുതി അങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെ രാവിലെ തന്നെ പോകാമെന്നിട്ടൊക്കെ കരുതി. അപ്പോൾ കൂടുതൽ ആർഭാടകരമായിട്ടൊന്നും രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ദോശയും ചട്നിയും ചായയും കൂടെ വെച്ച് ഞങ്ങൾ രണ്ടാളും കുടിച്ചു കേട്ടോ. കിങ്ങിണി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, രാവിലെ കുറച്ച് നേരത്തെ ആയിരുന്നു, അപ്പോൾ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ വരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്കും വരാമെന്നും കരുതി. അങ്ങനെ കിങ്ങിണിനെ വിളിച്ചിട്ട് തോളത്ത് കിടത്തിയപ്പോഴേക്കും അവൾ പുറത്തെത്തിയപ്പോഴേക്കും തണുപ്പടിച്ചിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വായ തുറക്കണ്ടടി, നാറിയിട്ട് വയ്യെന്ന് പറയുന്നു, പല്ലൊന്നും തേച്ചിട്ടില്ലല്ലോ. അങ്ങനത്തെ വിഷ്ണുവേട്ടൻ ഞങ്ങളെ വീട്ടിലിറക്കിയിട്ട് നേരെ വർക്കിന് പോവാട്ടോ ചെയ്തത്. പിന്നെ ഇതാ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനുണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നു. അമ്മയെ കണ്ടപ്പോഴേക്ക് പിന്നെ കിങ്ങിണിക്ക് പരാതിക്കെട്ട് അഴിക്കാൻ തുടങ്ങിയിട്ടോ. എൻ്റെ അമ്മയെ കണ്ടല്ലോ അച്ഛയെ കണ്ടല്ലോ എൻ്റെ കുറ്റം പറഞ്ഞു കൊടുക്കണം ഇവളുടെ മെയിൻ പരിപാടി കേട്ടോ. അങ്ങനത്തെ അവളെ ഞാൻ പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുവന്നിട്ട് നേരെ കഴിക്കാൻ കൊടുക്കട്ടെ ചെയ്തത്. വീട്ടിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കലക്കി പാർന്നപ്പോൾ ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അവൾക്ക് അതൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷമായിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ. അച്ഛൻ എവിടേക്ക് പോയിന്നായിരുന്നു. അപ്പോൾ അച്ഛന് ഇന്നലെ എന്തോ പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരാതിയായിരുന്നു പിന്നെ അച്ഛനോട് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അമ്മ അത് പാർട്സ് നേരാക്കുകയായിരുന്നു, ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അത് നേരാക്കേണ്ട പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞിട്ട് അച്ഛനും എന്നെയും കൂട്ടിയിട്ട് അമ്മ കറിവേപ്പില പറഞ്ഞയക്കാൻ വിട്ടു. പഴയ വീട്ടിൽ, ഞങ്ങളുടെ പഴയ വീടായിട്ടത്, ഞങ്ങൾ അവിടേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കറിവേപ്പിലയും അരിമുളക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോഴത്തെ വീട്ടിൽ അതൊന്നും ഇല്ല കേട്ടോ, ഒരു മരം പോലും ഇല്ല. അപ്പം അങ്ങനെ കറിവേപ്പില അരിമുളകൊക്കെ പറിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ഇതാ പാർട്സ് കറിയും പിന്നെ എലിശ്ശേരി, ഇങ്ങനെ മത്തനും പയറൊക്കെ എലിശ്ശേരി വെക്കില്ലേ അതും, പിന്നെ മുരിങ്ങേൻ്റെ ഇല വറ്റിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് വെറുതെ ഇരുന്നിട്ടാ തോന്നണം, നേരത്തെ കാലത്തെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 12 മണിയായപ്പോഴേക്കും ഞാൻ ചോറെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.